ഉത്തര കൊറിയയിൽ വീണ്ടും എംബസി തുറക്കാൻ ഇന്ത്യ 3.5 വർഷമായി അടച്ചിട്ടിരുന്ന എംബസിയാണ് ഇന്ത്യ തുറക്കാൻ ഒരുങ്ങുന്നത്. ഉത്തര കൊറിയയിൽ ഇന്ത്യക്കൊരു എംബസി ഉണ്ടായിരുന്നുവെന്ന് പലർക്കും പുതിയ അറിവായിരിക്കും. ഇന്ത്യക്ക് ഉത്തര കൊറിയയിൽ ഉണ്ടായിരുന്ന എംബസിയിൽ 2021 വരെ അംബാസഡറും ഉണ്ടായിരുന്നു. ഉത്തര കൊറിയയുമായുള്ള ബന്ധം വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോഴുള്ള നീക്കം. കഴിഞ്ഞ 3.5 വർഷമായി അടഞ്ഞുകിടന്നിരുന്ന ഇന്ത്യൻ എംബസി ഈ മാസം ആദ്യമാണ് തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. 2021 ജൂലൈയിൽ ദൗത്യം നിർത്തിവെച്ച് എല്ലാ നയതന്ത്രജ്ഞരെയും ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിക്കുകയായിരുന്നു. കോവിഡ് വ്യാപനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി. ചാരപ്രവർത്തനത്തിലും വിവരങ്ങൾ ചോർത്തുന്നതിലും കുപ്രസിദ്ധരായ രാജ്യമാണ് ഉത്തര കൊറിയ. അവർ എപ്പോഴും വിദേശികളെ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി അടച്ചിട്ടിരുന്ന എംബസിയിൽ പരിശോധന നടത്തി വിവരച്ചോർച്ച ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിനായി ഇന്ത്യയിൽ നിന്ന് ഒരു പ്രത്യേക ദൗത്യ സംഘം അവിടെ എത്തിക്കഴിഞ്ഞു. ഇന്ത്യയും അതീവ ജാഗ്രതയിലാണ്. എംബസി പൂർണ്ണമായും പ്രവർത്തന സജ്ജമായാലേ സ്ഥാനപതി ഉൾപ്പെടെയുള്ള ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉത്തര കൊറിയയിൽ എത്തുകയുള്ളൂ. 2021 ജൂലൈ 2-നാണ് അന്ന് അംബാസഡറായിരുന്ന അതുൽ മൽഹാരി ഗോഡ്സർവേയും മുഴുവൻ ഇന്ത്യൻ ജീവനക്കാരും എംബസിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് മടങ്ങിയത്. എന്നാൽ എംബസി പ്രവർത്തനം അവസാനിപ്പിച്ചതായി ഇതുവരെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഉത്തര കൊറിയയുമായുള്ള ബന്ധം നിലവിലെ സാഹചര്യത്തിൽ ഊഷ്മളമായി നിലനിർത്തേണ്ടത് ഇന്ത്യക്ക് അത്യാവശ്യമാണ്. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ എംബസി വീണ്ടും തുറക്കുന്നത് എന്നതാണ്. എന്താണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാമതായി, ഇന്ത്യയും ഉത്തര കൊറിയയും അപരിചിതരല്ല. ഇരു രാജ്യങ്ങളും തമ്മിൽ ചരിത്രപരമായ ബന്ധമുണ്ട്. 1950കളിൽ കൊറിയൻ യുദ്ധത്തിൽ ഇന്ത്യ മധ്യസ്ഥത വഹിച്ചിരുന്നു. പോരാട്ടത്തിന് ശേഷം തടവുകാരെ തിരിച്ചയക്കുന്നതുൾപ്പെടെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലായിരുന്നു. യുദ്ധാനന്തരവും ഈ ബന്ധം തുടർന്നു. 1970കളിൽ ഉത്തര കൊറിയ ചേരിചേരാ പ്രസ്ഥാനത്തിൽ ചേർന്നു. 1980കൾക്ക് ശേഷം ഉത്തര കൊറിയൻ വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഇന്ത്യ സന്ദർശിച്ചിരുന്നു. കൂടാതെ അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ത്യയിൽ സന്ദർശനം നടത്തി. 1992ൽ ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് ഉത്തര കൊറിയ സന്ദർശിച്ചു. ഒടുവിൽ അത്തരത്തിൽ ഒരു സന്ദർശനം ഉണ്ടായത് 2018ലായിരുന്നു. അന്നത്തെ ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി ജനറൽ VK സിംഗ് ഉത്തര കൊറിയ സന്ദർശിച്ചിരുന്നു. ശീതയുദ്ധത്തിൽ വേരൂന്നിയ ബന്ധമാണ് ഇന്ത്യക്ക് ഉത്തര കൊറിയയുമായി ഉള്ളത്. പാശ്ചാത്യർക്ക് ഉത്തര കൊറിയയെ ഇഷ്ടമായിരുന്നില്ല, ഇന്ത്യയും അവർക്ക് ഇഷ്ടമായിരുന്നില്ല. അതിനാൽ ഇന്ത്യയും ഉത്തര കൊറിയയും സഹകരിക്കാൻ തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളും പ്രധാനമായും സഹകരിച്ചത് പ്രവർത്തിച്ച മേഖല സംസ്കാരമായിരുന്നു. 2 വർഷം കൂടുമ്പോൾ ഉത്തര കൊറിയ ഒരു ചലച്ചിത്രമേള നടത്താറുണ്ട്. അതിൽ വരുന്ന ചുരുക്കം ചില സിനിമകളിൽ ഇന്ത്യൻ സിനിമകളും ഉൾപ്പെട്ടിരുന്നു. അതിനാൽ ഉത്തര കൊറിയയുമായുള്ള ഉഭയകക്ഷി വിനിമയങ്ങൾ പുതിയതോ അതിശയിപ്പിക്കുന്നതോ അല്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതുക്കലിനുള്ള രണ്ടാമത്തെ കാരണം പുടിനും ട്രംപുമാണ്. തൻ്റെ ആദ്യ ടേമിൽ ഡൊണാൾഡ് ട്രംപ് കിം ജോങ് ഉന്നുമായി 3 തവണയാണ് കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹം അവിടെ 3 മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു. കിമ്മിനെ കൊണ്ട് ആണവായുധങ്ങൾ ഉപേക്ഷിപ്പിക്കാനും അദ്ദേഹം ശ്രമം നടത്തി. എന്നാൽ ചർച്ചകൾ കാര്യമായ പുരോഗതി ഉണ്ടാക്കിയില്ല. ഇന്ത്യയും ആണവ നിരായുധീകരണ കൊറിയൻ ഉപദ്വീപ് ആഗ്രഹിക്കുന്നു. അതിനിടെ വ്ളാഡിമിർ പുടിൻ കിമ്മിനെ യുക്രൈൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. ആയിരക്കണക്കിന് ഉത്തര കൊറിയൻ സൈനികർ യുക്രൈനിൽ യുദ്ധം ചെയ്യാനായി എത്തിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ 100 കണക്കിന് ആളുകൾ ഇതിനകം പോരാട്ടത്തിൽ മരിച്ചു. എന്നിരുന്നാലും പുടിൻ കിം ബന്ധം വളരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെയും അവസാനത്തെയും കാരണം പാകിസ്ഥാനെ നിയന്ത്രണത്തിലാക്കുകയാണ്. ദീർഘദൂര ബാലസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വികസിപ്പിച്ച ഉത്തര കൊറിയ ആണവായുധമുള്ള രാജ്യം കൂടിയാണ്. ഇന്ത്യയുടെ ബദ്ധവൈരികളായ പാകിസ്ഥാനുമായി ഉത്തര കൊറിയയ്ക്ക് നയതന്ത്ര ബന്ധമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇക്കാര്യങ്ങളിൽ സാങ്കേതിക വിദ്യാ കൈമാറ്റം ഉണ്ടാകാതെ നോക്കേണ്ടതും ഇന്ത്യയുടെ ആവശ്യമാണ്. കൂടാതെ ചൈന, റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളുമായി മാത്രമാണ് കാലങ്ങളായി ഉത്തര കൊറിയയ്ക്ക് ബന്ധമുള്ളത്. ഇന്ത്യക്ക് മികച്ച ബന്ധമുള്ള രാജ്യങ്ങളാണ് റഷ്യയും ഇറാനും. ചൈനയുമായുള്ള പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇവരുമായി മികച്ച ബന്ധമുള്ള മറ്റൊരു രാജ്യവുമായി നയതന്ത്ര ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്നിപ്പോൾ ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട്.